ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ പീഡന ആരോപണങ്ങളുടെ പെരുമഴക്കാലം തുടരുന്നു. റിപ്പോർട്ട് വരുന്നതുവരെ എന്തു ചെയ്യുകയായിരുന്നു? അപ്പോൾ തന്നെ പ്രതികരിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചില നിഷ്കളങ്ക ജന്മങ്ങളുണ്ട്. ആരോപണ വിധേയനായ സിദ്ദിഖിൻ്റെ കാര്യം തന്നെ എടുക്കാം. എത്രയോ നാളുകൾക്ക് മുമ്പാണ് ഈ പെൺകുട്ടി പീഡന വിവരം ആദ്യം തുറന്നു പറഞ്ഞത്. എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനെക്കുറിച്ചായിരുന്നു? സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനല്ലേ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത്. റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. അതിഗുരുതര പരാമർശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് ഒരു സ്ത്രീ സിനിമയിൽ അവർ നേരിട്ട ദുരനുഭവം തുറന്നു പറയേണ്ടത്? പീഡനശേഷം സിദ്ദിഖിൻ്റെ ധിക്കാരപരമായ വാക്കുകൾ ആരോപണം ഉയർത്തിയ രേവതി സമ്പത്ത് പറയുന്നുണ്ട്. നീയൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന മാടമ്പി ധാർഷ്ട്യമല്ലാതെ മറ്റെന്താണ് സിദ്ദിഖിൻ്റെ വാക്കുകളിലുള്ളത്? ആരോപണം പുറത്തു വന്ന ശേഷവും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കടിച്ചു തൂങ്ങി നിൽക്കാൻ നോക്കി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ രാജിവെക്കുകയായിരുന്നു. സിദ്ദിഖിൻ്റെ രാജിയിലേക്ക് നയിച്ച സംഭവങ്ങൾ പുറത്തു വരുന്നുണ്ട്. അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ സിദ്ദിഖിൻ്റെ രാജിക്കായി മുറവിളി വരുന്നെന്നാണ് വിവരം. മാത്രമല്ല, അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അമ്മ വൈസ് പ്രസിഡന്റുമാരായ ജയൻ ചേർത്തലയും ജഗദീഷും പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു. ഇവർക്ക് പിന്തുണയുമായി കമ്മിറ്റി അംഗങ്ങളായ ടൊവിനോ തോമസ്, അൻസിബ ഹസൻ, ടിനി ടോം എന്നിവരും വന്നു. പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അവകാശപ്പെട്ട് സിദ്ദിഖ് അനുകൂലികൾ രംഗത്തെത്തിയതോടെ രൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്നതായാണ് വിവരം. അമ്മ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ഭിന്നിപ്പ് ഉയർന്നതോടെ ഞായറാഴ്ച രാവിലെ സിദ്ദിഖ് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചു. പിന്നാലെയായിരുന്നു രാജി. സിദ്ദിഖിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് നടി രേവതി സമ്പത്ത് ഉന്നയിച്ചിട്ടുള്ളത്. സിനിമ മോഹിച്ചെത്തിയ തന്നെ ചെറുപ്രായത്തിൽ സിദ്ദിഖ് പീഡിപ്പിച്ചെന്നാണ് രേവതി സമ്പത്തിൻ്റെ വെളിപ്പെടുത്തൽ. അത് പുറത്തു പറയാൻ പോലും സമയമെടുത്തു. സിദ്ദിഖ് ശാരീരികമായി പീഡിപ്പിച്ചു. വലിയ സ്വപ്നങ്ങളോടെയാണ് സിനിമാ മേഖലയിലേക്ക് വന്നത്. +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അയാൾ ബന്ധപ്പെട്ടത്. ഒരു സിനിമാ പ്രോജക്റ്റ് ഉണ്ടെന്നും സംസാരിക്കാമെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. അതിനുശേഷമായിരുന്നു ആക്രമണം നടത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളെ ക്രിമിനൽ ആക്ടിവിറ്റി എന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ സിദ്ദിഖും ക്രിമിനൽ അല്ലേ എന്നും രേവതി സമ്പത്ത് ചോദിക്കുന്നു. നിയമ നടപടിയെന്നല്ല, ഇനി ഒന്നിനുമില്ല. അത്രത്തോളം ജീവിതത്തിൽ അനുഭവിച്ചു. പീഡന അനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് പോലും മാറ്റി നിർത്തി. സിനിമയിൽ നിന്ന് സിദ്ദിഖിനെ വിലക്കണമെന്നും രേവതി സമ്പത്ത് ആവശ്യപ്പെട്ടു. സിദ്ദിഖിനെതിരെ കേസ് നൽകുന്നത് ആലോചിച്ച് മാത്രമാകുമെന്നും നടി പറഞ്ഞു. നീതി ലഭിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയാൽ കേസുമായി മുന്നോട്ട് പോകും. ഒരു പോരാട്ടത്തിനിറങ്ങിയാൽ ഒറ്റപ്പെട്ടു പോകരുത്. സിദ്ദിഖിനെതിരെ മുന്നോട്ട് പോയാൽ കരിയറിൽ തലവേദനയാകും. സിദ്ദിഖിനെതിരെ തെളിവുകൾ കയ്യിലുണ്ട്, രേവതി സമ്പത്ത് പറഞ്ഞു. 2016 21 വയസ്സുള്ളപ്പോൾ മകൻ അഭിനയിക്കുന്ന തമിഴ് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷമായിരുന്നു പീഡനമെന്നാണ് രേവതി സമ്പത്ത് പറഞ്ഞത്. അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചു. എതിർത്തപ്പോൾ അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു. തുടർന്ന് ബലാത്കാരം ചെയ്തു. തന്നെക്കുറിച്ച് ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ലെന്നും സിനിമയിൽ അവസരം ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഫേസ്ബുക്കിൽ 2019 പീഡന വിവരം വെളിപ്പെടുത്തിയപ്പോൾ സൈബർ ആക്രമണം നേരിട്ടു. +2 കഴിഞ്ഞ് മോഡലിംഗിൽ ശ്രദ്ധിക്കുമ്പോഴാണ് സിദ്ദിഖിനെ പരിചയപ്പെട്ടത്. മോളെയെന്ന് വിളിച്ചാണ് സമീപിച്ചത്. ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ പെരുമാറുമെന്ന് കരുതിയില്ല, രേവതി സമ്പത്ത് പറഞ്ഞു.